26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. രാജ്യത്ത് വീണ്ടും കോവിഡ് ഭീതി. ആന്ധ്രാപ്രദേശിൽ വീണ്ടും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും പുതിയ കേസുകളും ആശങ്ക കൂട്ടുന്നു. 3 ആഴ്ചക്കിടെ 4 കോവിഡ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. കോവിഡ് മഹാമാരി ഭീതി വിതച്ച് 4 വർഷത്തിനിപ്പുറമാണ് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. കർണാടകയിലെ വിവിധ ജില്ലകളിലായി 12 പേർക്ക് കോവിഡ് ബാധിച്ചതായി സ്ഥിരീകരിച്ചു. നിലവിൽ രോഗബാധിതരായവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് വൈറസിന്റെ വകഭേദം തിരിച്ചറിയാൻ പൂനെ വൈറോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഡെൽറ്റ, ഒമിക്രോൺ വകഭേദങ്ങൾ സൃഷ്ടിച്ച കോവിഡ് തരംഗങ്ങൾക്ക് ശേഷം രാജ്യവ്യാപകമായി നടന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ ഫലമായി കേസുകൾ കുറഞ്ഞിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇതുവരെ 5 ലക്ഷത്തിലധികം കോവിഡ് മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ആന്ധ്രയിൽ 12 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാസ്ക് ധരിക്കാനും ജനക്കൂട്ടം ഒഴിവാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട്. ജൂലൈ 1 ശേഷം 360 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ വീണ്ടും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ കർണാടകയിൽ പരിശോധന ശക്തമാക്കി. അതിർത്തിയിൽ 8 ഇടത്ത് പരിശോധനയുണ്ട്. ഇൻഫ്ലുവൻസ എ, H1N1 പനികളും കർണാടകയിൽ വ്യാപകമാണ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.